വെൽക്കം ടു കെമിസ്ട്രി ക്ലാസ്സസ്. ഇന്ന് നമ്മൾ +2 കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഒരു പോർഷൻ ആണ് നോക്കുന്നത്, ഡാനിയൽ സെൽ. ഇപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ബേസിക്സ് നമുക്കറിയാം. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി? സ്റ്റഡി ഓഫ് ഹൗ ഇലക്ട്രിസിറ്റി ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ് ആർ റിലേറ്റഡ്. അതാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റിയും കെമിക്കൽ റിയാക്ഷനും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ, അല്ലെങ്കിൽ അവ തമ്മിലുള്ള റിലേഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ കെമിക്കൽ റിയാക്ഷൻസിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഈ ചേഞ്ചുകൾ അനുസരിച്ച് രണ്ട് ടൈപ്പ് ഓഫ് സെല്ലുകളാണുള്ളത്. ദേ ആർ ഇലക്ട്രോലിറ്റിക് സെൽ ആൻഡ് ഗാൽവാനിക് സെൽ. അപ്പൊ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നവയാണ് ഇലക്ട്രോലിറ്റിക് സെല്ലുകൾ. അപ്പൊ എങ്ങനെയാ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നതുകൊണ്ട് അവയ്ക്ക് EMF ആവശ്യമുണ്ട്. ഈ കേസിൽ ആനോഡ് പോസിറ്റീവ് ആണ്, കാഥോഡ് നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്കറിയാം എന്താണ് നമ്മുടെ ആനയോണിന്റെ ചാർജ്. ആനയോൺ, ഏത് ചാർജുള്ള അയോണിനെ നമ്മൾ ആനയോൺ എന്ന് പറയുന്നത്? നമ്മൾ സോൾട്ട് അനാലിസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആനയോൺ നെഗറ്റീവ് ചാർജ്ഡ് അയോൺ ആണ്. അപ്പൊ ആനോഡോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആനോഡ്. ആനോഡ് ഈസ് ഇലക്ട്രോഡ് ആണ് നമുക്കറിയാം. അപ്പൊ ആനോഡിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. കാറ്റയോൺ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് കാഥോഡ് നെഗറ്റീവ് ആണ്. ഇതാണ് നോർമൽ കേസിലുള്ള ഇലക്ട്രോലിറ്റിക് സെല്ലുകളിൽ നടക്കുന്നത്. ഇനി വാട്ട് ഈസ് ഗാൽവാനിക് സെൽ? ഗാൽവാനിക് സെൽ ഈസ് സെൽ ദാറ്റ് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ റിയാക്ഷനിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് ഗാൽവാനിക് സെല്ലുകൾ. അപ്പൊ എങ്ങനെയാവാ EMF പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ കേസിൽ ആനോഡ് നെഗറ്റീവ് ആണ്, കാഥോഡ് പോസിറ്റീവ് ആണ്. നമ്മൾ നോർമൽ കേസിൽ പഠിച്ചു വെച്ചിരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എവിടെ നടക്കുന്നത്? നമ്മുടെ ഗാൽവാനിക് സെല്ലുകളിൽ നടക്കുന്നതെന്നൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവുമാണ്. ഇനി ഒരു ഫോൺ ചാർജ് ചെയ്യുമ്പോൾ അവ എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ചാർജ് ചെയ്യാണല്ലേ. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അവിടെ എന്ത് പ്രോസസ്സാണ്? ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി ചാർജിങ് ഒക്കെ കഴിയുമ്പോൾ ഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ദാറ്റ് ഇസ് എ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടേജ് സെല്ലായിട്ടാണ് ആ സമയത്ത് നമ്മുടെ ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ഫോണില് ഇലക്ട്രോലിറ്റിക് സെല്ലും ഒരു വോൾട്ടേജ് സെല്ലും ആയിട്ടും ഫോൺ പ്രവർത്തിക്കുന്നുണ്ട്. ചാർജിങ്ങിൽ അത് ഇലക്ട്രോലിറ്റിക് സെല്ലാവുന്നു, ചാർജിങ് ഇല്ലാത്തപ്പോൾ ഇറ്റ് ആക്ട് ആസ് എ വോൾട്ടേജ് സെൽ. നെക്സ്റ്റ് ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞ് കെമിക്കൽ എനർജി കൊണ്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററീസ്, അതുപോലെ റീചാർജബിൾ നിക്കൽ കാഡ്മിയം ബാറ്ററീസ്, ലെഡ് ആസിഡ് ബാറ്ററീസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഗാൽവാനിക് സെല്ലിന് എക്സാമ്പിൾ ആണ്. കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് അവ ചെയ്യുന്നത്. അടുത്തതാണ് ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ല് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലാണ് നമുക്കറിയാം. അവ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ത്രൂ എ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ബിറ്റ്വീൻ സിങ്ക് ആൻഡ് കോപ്പർ ഇലക്ട്രോഡ്. ഡാനിയൽ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെ ഇലക്ട്രോഡുകളാണ്? സിങ്ക് ആൻഡ് കോപ്പർ ഇലക്ട്രോഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ സിങ്ക് ആണ് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത്, കോപ്പർ കാഥോഡായിട്ടും പ്രവർത്തിക്കുന്നു. സോ ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ല്. സിങ്ക് മെറ്റൽ ഉണ്ട്. സിങ്ക് മെറ്റൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സിങ്ക് അയോൺ ഉള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ സിങ്കിന്റെ മെറ്റൽ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ കോപ്പർ റോഡ് കോപ്പർ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ദെൻ ഈ ഇലക്ട്രോഡുകൾ തമ്മിൽ ഒരു സർക്യൂട്ട് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ സൊല്യൂഷൻസ് തമ്മിൽ ഒരു സോൾട്ട് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? സിങ്ക് റോഡിലുള്ള സിങ്ക് മെറ്റൽ എന്ത് ചെയ്യും? സിങ്ക് 2 ഇലക്ട്രോൺസ് കൊടുത്തിട്ട് സിങ്ക് 2+ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി ഈ സിങ്ക് മെറ്റൽ അപ്പൊ 2 ഇലക്ട്രോൺസ് ഈ ഇലക്ട്രോഡിലേക്ക് കൊടുക്കുന്നു, സിങ്ക് 2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് പോകുന്നു. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ ഇലക്ട്രോഡില് ഫുൾ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോൺസ് സർക്യൂട്ട് വഴി നമ്മുടെ കോപ്പർ റോഡിൽ എത്തുന്നു. അപ്പൊ കോപ്പർ എന്ത് ചെയ്യും? നമ്മുടെ കോപ്പർ 2+ല് കോപ്പർ സൾഫേറ്റിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, സൊല്യൂഷനകത്ത് കോപ്പർ 2+ന്റെ അയോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം. അയോൺസ് സിങ്ക് കൊടുത്ത് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് കോപ്പർ മെറ്റൽ ആയിട്ട് മാറുന്നു. ആ കോപ്പർ നമ്മുടെ കോപ്പർ റോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറെ സമയം ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സിങ്ക് മെറ്റലിന്റെ അളവ് കുറയും, കോപ്പർ റോഡിൽ കോപ്പർ എക്സ്ട്രാ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഡാനിയൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കുക. സിങ്കും കോപ്പറും ആണുള്ളത്. രണ്ടുപേരും സിങ്ക് 2 ഇലക്ട്രോൺ കൊടുക്കുന്നു, കോപ്പർ 2 ഇലക്ട്രോൺ വാങ്ങുന്നു. അപ്പൊ സിങ്ക് ആണ്, ആരാണോ ഇലക്ട്രോൺ കൊടുക്കുന്നത് അവരാണ് ആനോഡ് എന്ന് നമുക്കറിയാം. ഇവിടെ സിങ്കിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. കാരണം ഇതൊരു ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ ആയതുകൊണ്ട്. സിങ്ക് ഗീവ്സ് 2 ഇലക്ട്രോൺ, എന്നിട്ട് സിങ്ക് എന്തായി മാറും? സിങ്ക് 2+ ആയിട്ട് നമ്മുടെ സൊല്യൂഷൻ അകത്തേക്ക് പോകുന്നു. കോപ്പറിൽ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ ആണ്.
കോപ്പർ 2+ സൊല്യൂഷനിലുള്ള കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കോപ്പർ ആയിട്ട് മാറുന്നു. അവിടെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. ഓവറോൾ റിയാക്ഷൻ അപ്പൊ എന്താണ്? സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗീവ്സ് സിങ്ക് 2++ കോപ്പർ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ 2 ഇലക്ട്രോൺ ആണ്, ഇവിടെ 2 ഇലക്ട്രോൺ ആണ് അല്ലേ. അപ്പൊ പിന്നെ അത് ലെഫ്റ്റിലും റൈറ്റിലുള്ള 2 ഇലക്ട്രോൺ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എന്തൊക്കെയുണ്ട്? സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗീവ്സ് സിങ്ക് 2++ കോപ്പർ. ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ. സിങ്ക് ആറ്റം ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു at the anode which travel through external circuit to copper cathode. Copper ion gains electrons and deposit as solid copper. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇലക്ട്രോൺസിന്റെ ഫ്ലോ കൊണ്ട് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? കറണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതായത് കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. സോൾട്ട് ബ്രിഡ്ജ് എന്താണ് ചെയ്യുന്നത്? ഈ സോൾട്ട് ബ്രിഡ്ജ് സൊല്യൂഷനുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ 2 ബീക്കറും തമ്മിൽ കണക്ട് ചെയ്ത ഒരു സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. That will maintain the electrical neutrality of each half cell and it prevents accumulation of charges. It also prevents diffusion of interfering ions from one compartment to another. ഇത് തമ്മിൽ ഈ അയോൺസിന്റെ ട്രാവലിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനെ തടയാൻ വേണ്ടിയാണ് സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളിവിടെ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഡാനിയൽ സെല്ല്. ഡാനിയൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻസ് ഓർത്തിരിക്കുക. ഡാനിയൽ സെല്ല് ഒരു ഗാൽവാനിക് സെല്ലാണ്. ദെൻ ഇലക്ട്രോളിറ്റിക് സെല്ലും ഗാൽവാനിക് സെല്ലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് ഓർത്തിരിക്കുക.